ചേതന FM 90.8 ഇനി കേൾക്കാം പിങ്ക് ഡയറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ആര്യ. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. നമസ്കാരം, പിങ്ക് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ഞാൻ ആര്യ. എൻ്റെ കൂടെയുള്ളത് മോഡലും അതോടൊപ്പം തന്നെ ടൗഷ് മോഡലിംഗ് കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള കൃഷ്ണേന്ദു ബിയാണ്. കൃഷ്ണേന്ദു, വെൽക്കം ടു പിങ്ക് ഡയറീസ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. എങ്ങനെ പോകുന്നു? വർക്കും അതുപോലെ തന്നെ പാഷനും ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പിന്നെ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ മോഡലിംഗിന്റെ പേരിൽ. അപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് അല്ലേ? കുറേ ടൈറ്റിൽസ് കിട്ടിയിട്ടുള്ള ആളാണല്ലേ? വളരെ സ്പെഷ്യലി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെ ചോദിക്കാനാണെങ്കിൽ എനിക്ക് കാലിക്കറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫേസ് ഓഫ് കാലിക്കറ്റ് ടൈറ്റിൽ കിട്ടി. അത് ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ഒരു ഫാഷൻ ലോകത്തേക്ക് എത്താനുള്ള ഒരു റീസൺ എന്താണ് കൃഷ്ണേന്ദുവിന്? റീസൺ എന്ന് പറയുമ്പോൾ പണ്ട് മുതൽ ഞാനിങ്ങനെ ഫാഷൻ TV കാണുമായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മോഡൽസ് ഒക്കെ വോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ വോക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളൊരു ആഡ് കണ്ടിട്ടാണ് അവർ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ പോയി അവിടെ ജോയിൻ ചെയ്തു അല്ലേ? അതെ, അങ്ങനെ പോയി അവിടെ ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു മോഡലിംഗ് ആയിരുന്നില്ല അവിടെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആഡ് ഷൂട്ടാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ റാമ്പിലൊക്കെ വോക്ക് ചെയ്ത് നടക്കുന്നതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിൽ കണ്ടിട്ടുള്ള മോഡലിംഗ് അതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അല്ലേ? പിന്നെ ഈ ഒരു റാമ്പ് ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മോഡലിംഗിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നമ്മളിങ്ങനെ മോഡലാവണം ഇങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിറങ്ങുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ആഡ് കണ്ടത്. ഇത് വേണ്ട ഒരു പോസ്റ്റർ കണ്ടു. ഇതേപോലെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, മോഡൽസിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊരു ഓണത്തിൻ്റെ കളേഴ്സ് ഓഫ് ഓണം അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ആയിരുന്നു, എനിക്ക് തോന്നുന്നു. പേരങ്ങനെ ഞാൻ തോന്നുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. ഡയറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ റിപ്ലൈ വന്നു. അപ്പം രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അവർ ഇട്ടു തന്നു. മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം നടന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് റാമ്പിൽ ഇറങ്ങി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു റാമ്പ് വാക്ക് ഷോ എന്ന് പറയാൻ അതായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ചോദിച്ചാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഷോ ആണല്ലോ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതേപോലെ പേടി ഉണ്ടായിരുന്നു. റാമ്പിലൊക്കെ ആദ്യമായിട്ട് ഞാൻ പൊതുവേ ഭയങ്കര ഈ പബ്ലിക്കിലോട് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലുള്ളതാണ്. ഇൻട്രോവേർട്ട് ആണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചിലർ പറയും ഇൻട്രോവേർട്ട് അങ്ങനെ ആരും പറയാറില്ല. അതെ, സംസാരിച്ച് തുടങ്ങിയാൽ ഭയങ്കര സംസാരമായിരിക്കും. പക്ഷെ ഒന്നും മിണ്ടത്തില്ലെങ്കിൽ തുടക്കം കിട്ടണം. തുടക്കം എവിടെയെങ്കിലും കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി അങ്ങ് പൊളിക്കാം. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 23 വയസ്സേ ഉള്ളൂ. 23 വയസ്സുകാരിയാണ് ഈ പറയുന്ന പോലെ ഒരു ടൗഷ് മോഡലിംഗ് കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു അച്ചീവ്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി സ്വന്തമായിട്ട് വേണം എന്ന ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ മോഡലായത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിയിൽ അമ്മയ്ക്കൊന്നും വലിയ സപ്പോർട്ടില്ല. അതേപോലെ തന്നെ ബന്ധുക്കാർക്ക് ഒന്നും സപ്പോർട്ടല്ലായിരുന്നു. റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര കുറ്റം പറഞ്ഞതല്ല, വലിയ സപ്പോർട്ടില്ല. അത്ര ഫീൽഡ് വേണ്ട. അപ്പം ഞാനൊരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആദ്യം ഞാൻ പെജൻ്റൊക്കെ ഇറങ്ങി തുടങ്ങിയതിന് ശേഷമാണ് മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പെജൻ്റ് ഇറങ്ങാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറേ ടൈറ്റിൽസ് കിട്ടിയപ്പം ഈ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു. പക്ഷെ അതുവരെ ഇതിന് ചുമ്മാ സ്റ്റേജിൽ പൈസ കളയാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറ്റം പറഞ്ഞു. അപ്പൊ ഇത് ടൈറ്റിൽസ് ഒക്കെ കിട്ടി മിസ് കേരളയ്ക്ക് ആയെന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര അവരെന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ്. പിന്നെ നമ്മളെല്ലാത്തിനും ആഘോഷിക്കാൻ തുടങ്ങി. അതെ, അതിനുശേഷം എനിക്ക് ഭയങ്കര അങ്ങനെയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം കുറെ കമ്പനീസ് വെച്ചാൽ എനിക്ക് തന്നെ നമ്മൾ പേഴ്സണലായിട്ട് കമ്പനി ആവുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ കമ്പനി എനിക്കും പിന്നെ ഒരു ആഗ്രഹം തോന്നി, ഇങ്ങനെ ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു, കാരണം കുറെ ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ രജിസ്ട്രേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ചു. എൻ്റെ കമ്പനി തന്നെ കുറെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലോട്ട് വന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഷോ ഇറങ്ങി കുറെ ടൈറ്റിൽസ് ഒക്കെ കിട്ടി. കമ്പനിക്കും കോമ്പറ്റീഷൻ ഇറങ്ങി കുറെ ടൈറ്റിൽസ് ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അല്ലേ? ശരിക്കും ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം എത്ര നാളായി കാണും? കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1 year ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 yearനകത്തുള്ള ആ ഒരു സന്തോഷ നിമിഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ സന്തോഷ നിമിഷം ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. നോർമലി നമ്മുടെ ഇവിടെ മോഡലിംഗ് കമ്പനീസിൽ ഷോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ ഈ ഷോ സ്റ്റോപ്പറായിട്ട് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടൈറ്റിൽ കിട്ടിയ ടൈറ്റിൽ ഹോൾഡേഴ്സിനെ, അല്ലെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിനെ ഒക്കെ ആയിരിക്കും ഷോ സ്റ്റോപ്പറായിട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ഒരു ഫീൽഡിലോട്ട് വരാനും. ഞാൻ എന്ത് പറഞ്ഞാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഫസ്റ്റ് ഷോ ഇറങ്ങുന്നത് എൻ്റെ അച്ഛനായിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോയിൽ എൻ്റെ അച്ഛനാണ് ഞാൻ ഷോ സ്റ്റോപ്പറായിട്ട് വെച്ചത്.
പഠിച്ചത്. അപ്പം വെച്ചാൽ മോഡലിംഗ് കമ്പനി തന്നെ ഉള്ള എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. വെച്ചാൽ ഭയങ്കര വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്നുള്ള. കാരണം എന്നെ കൊണ്ടുവന്നത്, എനിക്ക് ഇത്രയും എന്നെ പൊക്കിക്കൊണ്ട് വന്നത് എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ അച്ഛനെ തന്നെ എനിക്ക് ഷോ സ്റ്റോപ്പറായിട്ട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം. ശരിക്കും അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അതെ, ഉറപ്പായിട്ടും. അമ്മ എന്ത് പറഞ്ഞു ആ ഒരു മൊമെന്റിന് ശേഷം? അമ്മ ആദ്യം സപ്പോർട്ട് അല്ലായിരുന്നു, പിന്നെ കമ്പനി തുടങ്ങി ഇത്രയും ടൈറ്റിൽസ് കിട്ടി എന്നുവെച്ചാൽ നമ്മൾ നാലുപേർ അറിയുന്നുണ്ടെന്നുള്ളൊരു ഇത് വന്നപ്പം അമ്മ ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ അമ്മയാണ് ഇപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിലി സപ്പോർട്ട്. ഇപ്പൊ എല്ലാവരും സപ്പോർട്ടായി. ആദ്യമൊന്നും ഇത്രയും സപ്പോർട്ട് ഇല്ലായിരുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ നാലുപേർ നമ്മൾ അറിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മയും ഭയങ്കര സപ്പോർട്ടായി. ഈ പറയുന്ന പോലെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ള കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവര് നമ്മളുടെ ഈ ഒരു അച്ചീവ്മെന്റ്സും നമ്മളുടെ ഈ സക്സസ് ഒക്കെ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അവരോട് എന്താ പറയാനുള്ളത്? കുറ്റം പറയുന്നുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. അവരോട് എന്താണ് പറയാനുള്ളത്? ഓഫ്കോഴ്സ് ഈ പറയുന്ന പോലെ ഒരു ആഘോഷിക്കുന്നിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൗഡ് മൊമെന്റ് അവർക്കും ഉണ്ടായിരിക്കാം. റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ പറയാം, കൃഷ്ണേന്ദു എൻ്റെ റിലേറ്റീവ് ആണ് കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ. ഉറപ്പായിട്ടും. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോടും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. കുറ്റം പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എന്നെ പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യാൻ തോന്നിയിട്ട് അവരും ചെയ്യട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സ്വന്തമായിട്ടുള്ള മോഡലിംഗ് കമ്പനിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 23 വയസ്സുകാരി അത്രയും വലിയൊരു അച്ചീവ്മെന്റിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ആ ഒരു ജേർണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആഡ് കണ്ടിട്ടാണ് മോഡലിംഗ് ഫീൽഡിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന് മുന്നേ പാഷൻ ഉള്ളിലുണ്ട്, മോഡൽസിനെ കാണുമ്പോഴും റംബാക്കിംഗ് ഒക്കെ കാണുമ്പോഴും ആ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നാളത്തെ ഒരു ജേർണി എങ്ങനെയായിരുന്നു, സ്റ്റാർട്ടിങ് ടു ഈ ഒരു മൊമെന്റ് വരെ? ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഏതറ്റം വരെ പോകുന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പേജിന് ഇറങ്ങാനാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പൈസ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കും, ഓ വലിയ മിസ് കേരളയൊക്കെ ആയി, അല്ലെങ്കിൽ ഓ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്നുവെച്ചാൽ നമ്മളിപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷന് പോകണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് കോസ്റ്റ്യൂം എടുക്കണം, പിന്നെ അതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളെല്ലാം മേടിക്കണം, അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും പറഞ്ഞ് ഇപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ നമ്മളൊരു കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പം എല്ലാവരും കാര്യമല്ല പറയുന്നത്, ചില മനുഷ്യരല്ല ചില പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ അത് ഉടായിപ്പായിട്ട് നടത്താറുണ്ട്. എന്നുവെച്ചാൽ ഓൾറെഡി ഫിക്സ് ആക്കി വെച്ചിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോയിട്ടും നമുക്ക് ഇങ്ങനെ ഒരു തിരിച്ചൊരു ഇത് കിട്ടും. കാരണം വിന്നറിനെ ഓൾറെഡി സെലക്ട് ആക്കി അതിലേക്ക് നമ്മൾ വെറും എന്താ പറയുക ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പൈസ കളഞ്ഞു വരുന്ന ആ ഒരു ഫീല്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനൊരു രീതിയിലോട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും, കേരളത്തിലാണ് കൂടുതൽ അങ്ങനെ നടക്കുന്നത്. അപ്പം ഇനി അങ്ങനെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം വേറെ ആർക്കും പറ്റരുത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നോക്കി കണ്ടിട്ടൊക്കെ വേണം, ജെന്യൂൻ ആയിട്ടാണോ അവർ പ്രോഗ്രാം നടത്തുന്നത് നോക്കിയിട്ടൊക്കെ വേണം. അത് ശരിക്കും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് ജെന്യൂൻ ആണ് എന്നൊരു കാര്യം? നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ കമ്പനി, പ്രോഗ്രാം നടത്തുന്ന കമ്പനി ജെന്യൂൻ ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം ജസ്റ്റ് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല കമ്പനീസും പെട്ടെന്ന് തന്നെ ഇപ്പം ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വരുന്ന പല കമ്പനീസും ഉണ്ട്. എന്നിട്ട് ഈ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ആഡൊക്കെ കൊടുത്തിട്ട് കുറെ പിള്ളേർ അങ്ങനെ കയറാറുണ്ട്. അപ്പം പിള്ളേർ വിചാരിക്കും ഓ ഇത് ജെന്യൂൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കയറാറുണ്ട്. പക്ഷെ നോർമൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കമ്പനി രജിസ്റ്റേർഡ് ആണോ, അതേപോലെ തന്നെ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ, പിന്നെ അതും പോരാഞ്ഞ് പ്രോഗ്രാം ടൈറ്റിലിന് രജിസ്റ്റേർഡ് ടൈറ്റിലാണോ നോക്കണം. ഇപ്പം ചില മിസ് കേരള എന്നൊക്കെ പറയുമ്പോൾ ലോക്കൽ മിസ് കേരള അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന വെച്ചാൽ നമ്മൾ പോകുന്ന പ്രോഗ്രാമിന്റെ ടൈറ്റിൽ രജിസ്റ്റേർഡ് ടൈറ്റിലാണോ നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ പ്രോഗ്രാം ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണോ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ? അങ്ങനല്ല, എൻ്റെ ഒരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ മൈൻഡിലല്ല ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കുറെ മോഡൽസ് എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് മോഡലിംഗ് ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ചില മോഡലിംഗ് കമ്പനീസിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില മോഡലിംഗ് കമ്പനീസിൽ ഫീമെയിൽസിന് മാത്രമേ പറ്റത്തുള്ളൂ. ചിലർ ഹൈറ്റ്സ് നോക്കും, അതേപോലെ തന്നെ ബോഡി, ഇതൊക്കെ നോക്കിയിട്ടാണ് മോഡൽസിന് എടുക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കുറെ മോഡലിംഗ് കമ്പനീസ് ഉണ്ട്, കുറെ കമ്പനി സിഇഒസ് ഉണ്ട്, എല്ലാവരും മോഡൽസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടപ്പോഴും അതൊരു മോഡലാണ്. അപ്പം അങ്ങനെ കുറെ ആൾക്കാർക്ക് അവസരം കിട്ടാത്ത കുറെ ഫ്രഷേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു ഇതായിട്ടാണ് ഞാൻ തുടക്കമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം അല്ലേ? അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നു. ഇപ്പൊ കുറച്ച് ഒരു 5-6 വർഷമായിട്ടുണ്ടായിരിക്കത്തില്ല ഈ ഒരു മേഖലയിൽ എത്തിയിട്ട്. ഇത്രയും നാളുകൊണ്ട് ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്താണ്? ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണ്? ആരും കണ്ണടച്ച് വിശ്വസിക്കില്ല. കൂടെ നിന്നവര് പോലും നമ്മളെ ചതിക്കും. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പം
എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പം എന്നോട് എല്ലാവരെയും കണ്ണടച്ച് trust ചെയ്യും. പെട്ടെന്ന് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് നല്ലപോലെ സംസാരിക്കുവാണെങ്കിൽ ഞാൻ അവരെ വിശ്വസിക്കും. പിന്നെ അവരെ അങ്ങനെ എൻ്റെ പിന്നെ അവർ പറയുന്നതാണ് നമുക്ക് വേദവാക്യം. അങ്ങനെയാണോ? അങ്ങനെ കുറെ കുഴി ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. പെട്ടെന്നൊന്നല്ല, അല്ലാതെയും ട്രസ്റ്റ് ചെയ്യരുത്. എല്ലാം ഒരു ലിമിറ്റേഷനിൽ പോകണം. ഉറപ്പായിട്ടും നമ്മളൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കൃഷ്ണ എന്ത് പറയാനുള്ളത്. ഇവിടെ നിന്ന് വന്നിട്ട് ഏറ്റവും, അതായത് ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണ്? പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പം ഇപ്പം അത്യാവശ്യം മോഡലിംഗ് ഫീൽഡിൽ തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് എന്നെ അറിയാം. പിന്നെ എൻ്റെ നാട്ടിലും അത്യാവശ്യം ആൾക്കാർക്ക് എന്നെ അറിയാം. അങ്ങനെ കൃഷ്ണേന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ കുറേ പേരിലേക്ക് എത്തിയിട്ടുള്ള ഒരു പേരാണല്ലേ? മോഡലിംഗ് ഫീൽഡിൽ ഞാൻ കൃഷ്ണേന്ദു അല്ല ശരിക്കും. എന്നെ കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത് കൃഷ്ണ എന്ന പേരില്ല. കൃഷ്ണ, ഓക്കെ. കാരണം എനിക്ക് കൃഷ്ണേന്ദു എന്നുള്ള പേര് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അല്ല, അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണ. അതെ, കൃഷ്ണ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ഇപ്പൊ അറിയാം. പിന്നെ ഇത്ര അച്ചീവ്മെന്റ്സ് കിട്ടിയത് കൊണ്ടും ഇങ്ങനെ കമ്പനി, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് നമ്മളൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഈ ഒരു ഫീൽഡ്, ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഉണ്ടല്ലോ, കാരണം പാഷൻ വന്നിട്ടുള്ള ഒരാളാണല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഒരു മോഡലിംഗ് മേഖലയിൽ വന്നിട്ട് ഏകദേശം 5 വർഷത്തോളമായി എന്ന് പറഞ്ഞു. ഓഫ്കോഴ്സ് ആ ഒരു 5 വർഷത്തിന് മുൻപ്, അല്ലെങ്കിൽ ഇന്ന് നോക്കി ഒരു 5 വർഷത്തിന് മുൻപ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡലിംഗ് എന്ന ഫീൽഡ് അല്ലെങ്കിൽ മോഡൽ ആണ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അംഗീകരിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ? അതിൽ നിന്നും ഇപ്പോഴേ ഈ ഒരു 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരുപാട് മാറിയിട്ടുണ്ട്. അന്നത്തെ ആ ഒരു ഫേസും ഇന്നത്തെ ഈ ഒരു ഫേസും എങ്ങനെയാണ് കൃഷ്ണ നോക്കി കാണുന്നത്? നാട് വിടുമ്പോൾ നടുവേ വിടണം എന്നല്ലേ പറയുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ ചിന്താഗതി ഇപ്പം ഇല്ലെന്നല്ല പറയുന്നത്, മുഴുവനായിട്ട് പോയിട്ടില്ല. എന്നാലും കുറെ ആൾക്കാർ പണ്ടത്തെ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ യൂസ് ഒരുപാട് അധികം ആയതുകൊണ്ട് കുറെ പേര് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അപ്പം കുറെ പേര് ചിന്തിക്കും ഈ ഒരു ഫീൽഡ് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ താമസിക്കുന്നുണ്ട്. പിന്നെ ഏതൊരു ഫീൽഡ് എടുത്താലും, ഇപ്പം മെഡിക്കൽ ഫീൽഡ് എടുത്താലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളാണല്ലോ ഉള്ളത്. അപ്പൊ അതുപോലെ മോഡലിംഗ് ഫീൽഡിലും 2 വശങ്ങളുണ്ട്. പിന്നെ എല്ലാവരും മോഡലിംഗ് ഫീൽഡിൽ നടക്കുന്ന എല്ലാവരും ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ എല്ലാവരും ശരിയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. രണ്ട് ടൈപ്പുള്ള ആൾക്കാരുണ്ട്, മനുഷ്യന്മാരാണ്. അപ്പം 2 ടൈപ്പുള്ള ആൾക്കാരും ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മോശം കാണിക്കുന്നവർക്ക് എന്തും പറയാം, ശരിയായിട്ട് പോകുന്നവര് അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഈ മോശം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തി കാരണം ഈ പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്നവരുടെ കൂടെ ഇമേജിനെ അത് ബാധിക്കാറില്ലേ? ഉറപ്പായിട്ടും ബാധിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ നിൽക്കുന്ന നമുക്ക് നല്ലപോലെ അറിയാം. അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഓൾറെഡി നമ്മുടെ സമൂഹത്തിൽ നമ്മളെ കുറ്റം പറയാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ വേറെ ഒരു കുട്ടി ഇപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ പോലും അവർ നമ്മളെ ആ ഒരു കണ്ണിലൂടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഇപ്പം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മോഡലിംഗ് ഫീൽഡിൽ, ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നില്ല. അത് കണ്ടിട്ട് എന്റെ കുറെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, എടി നിനക്ക് ഇവിടെ അറിയാവോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു മോഡൽസിനെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ നമ്മളോട് ചോദിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു മേഖലയിലും കൂടി കൃഷ്ണ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. കാരണം എന്തെങ്കിലും തരത്തിൽ പരിചയം ഉണ്ടായിരിക്കോ? ഒരുപക്ഷെ അത് അവർ വറീഡ് ആയിട്ടുമായിരിക്കാം. കാരണം കൃഷ്ണ എന്നൊരു വ്യക്തിയെ അവരത്രമാത്രം അറിയുന്നു, സ്നേഹിക്കുന്നു. അപ്പോൾ ഒരിക്കലും കൃഷ്ണയ്ക്ക് അങ്ങനെ ഒരു അപകടം പറ്റാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരും എന്തായാലും കൃഷ്ണയുടെ സൈഡിലുണ്ടായിരിക്കുമല്ലോ. അതെ, ഓക്കെ. ഇനി ഈ ഒരു മേഖലയിൽ വന്നു എന്ന് പറഞ്ഞു, 5 വർഷമായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് 5 വർഷമായി എന്ന്. ശരിക്കും ഈ ഒരു മേഖലയിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആരാണ്? അതെന്നെ അച്ഛൻ തന്നെ. അച്ഛൻ ഞാൻ പറഞ്ഞ എല്ലാത്തിനും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ ഫാഷൻ TV കണ്ടിട്ട് എനിക്ക് മോഡൽ ആവണം, ഇങ്ങനെ ടൈറ്റിൽ കിട്ടണം, കുറച്ചൊരു അറിയപ്പെടണം എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ഈ ഒരു ഫാഷൻ ഫീൽഡിൽ ഒരു വലിയ ആളാവണം, ഫേമസ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ അച്ഛൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആദ്യം അമ്മയേക്കാൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത് അച്ഛനോടാണ്. അപ്പം അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛനായിരുന്നു എന്നെ ആദ്യം മോഡലിങ്ങിനെ കൊണ്ടുപോകുന്നതും എല്ലാ പ്രോഗ്രാംസ് വരുമ്പോൾ അച്ഛനായിരുന്നു കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അച്ഛൻ തന്നെ. അച്ഛനാണ്. അപ്പോൾ അച്ഛനൊരു പ്രൗഡ് മൊമെന്റ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ മോളെ ഇന്നത്തെ ഒരു ഡേ അടിപൊളിയായിരുന്നു, നീ ശരിക്കും എന്നെ പ്രൗഡാക്കി എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അച്ഛനെ ഷോ സ്റ്റോപ്പറായിട്ട് ഇറക്കി. അപ്പം അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ വലിയ കാര്യം, അച്ഛനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു സ്റ്റേജിൽ അച്ഛനിങ്ങനെ വോക്ക് ചെയ്ത് വരുന്ന സമയത്ത് കുറെ ആൾക്കാർ അവിടെ പ്രോഗ്രാം കാണുന്ന ഒരുപറ്റ ആൾക്കാർ കൈയടിക്കണമെന്നുണ്ടെങ്കിൽ അത് അച്ഛനും വലിയ പ്രൗഡായിട്ട് എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛൻ വോക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഭയങ്കര കൈയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നമുക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടെ ആങ്കർ
പറയുന്നുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാദറിനെ ഷോ സ്റ്റോപ്പർ ആയിട്ട് റാമ്പിൽ ഇറക്കുന്ന ഒരു CEO എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഇനി നമ്മൾ അമ്മയിലേക്ക് വരികയാണ്. ആദ്യമേ പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ടും വേണ്ട മോളെ ഈ ഒരു ഫീൽഡിലേക്ക് പോവണ്ട, ഒട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തൊരു അമ്മയായിരുന്നു എന്ന് കൃഷ്ണ പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ? അതായത് ആ നെഗറ്റീവ് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സമൂഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ മകളെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കാം, വറീഡായിരിക്കാം, ആ ഒരു ടെൻഷൻ്റെ പുറത്തായിരിക്കാം വേണ്ട ഈ ഒരു മേഖല വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് അമ്മ അങ്ങനെയല്ല. അതെ, ഈ ഒരു ഇന്റർവ്യൂവിന് പോലും കൂടെ വന്നിട്ടുള്ളത് അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ? അമ്മ ഇപ്പോഴും ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിട്ട് അമ്മ ഇപ്പം എവിടെ പോയാലും ചന്ദനക്കുറി പൊട്ട്, വലിയ വട്ടപ്പൊട്ട്, ചുരിദാറൊക്കെ ഇതിട്ടിട്ടാണ് അമ്മ പോകുന്നത്. അമ്മ ജീവിതത്തിൽ ഇതുവരെ ജീൻസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ തിരിച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ അമ്മയുടെ എവിടെ പോയാലും ജീൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം അമ്മ നോക്കുമ്പോൾ അമ്മ ഭയങ്കര ട്രഡീഷൻ, ഞാൻ ഭയങ്കര വെസ്റ്റേൺ. അപ്പം അമ്മയ്ക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പൊരുത്തപ്പെടാൻ കുറച്ച് പാടാണ്, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് നിർത്തിയേക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടൈറ്റിൽ എന്ന് വെച്ചാൽ കുറെ പേജന്റ് അറ്റൻഡ് ചെയ്തു. അതിന് ടൈറ്റിൽ കിട്ടി, IFA മിസ് കേരള എന്നുള്ള ടൈറ്റിൽ കിട്ടിയതിന് ശേഷം എന്നെ കുറേ പേർ അറിയപ്പെടാൻ തുടങ്ങി. ആ ഒരു ടൈറ്റിലിന് ആ ഒരു പേജന്റിന് ശേഷമാണ് ഞാൻ കുറച്ച് റീച്ച് ആയത്. അപ്പം അമ്മയുടെ ആൾക്കാരൊന്നും ചോദിക്കാം, ആ മോക്കല്ലേ ഇങ്ങനെ മിസ് കേരള IFA മിസ് കേരള കിട്ടിയില്ലേ, ഇടയ്ക്ക് ആൾക്കാർ വിളിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും കാണുന്ന വെച്ചാൽ നമ്മളെ കുറ്റം പറഞ്ഞ റിലേറ്റീവ്സ് പോലും ചോദിക്കാറുണ്ട്, ഇനി പ്രോഗ്രാം ഒന്നുമില്ല, ഇനി എന്നാ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ അമ്മയും ഹാപ്പിയാണ്. അതുപോലെ തന്നെ അമ്മ ഇപ്പോൾ പറഞ്ഞു പഠിക്കേണ്ട പ്രായമാണ്, പഠിക്കണം, അതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കമൻസ് വേറെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ടോ? പഠിക്കേണ്ട സമയത്ത് കുട്ടിയെ പഠിക്കണം, അല്ലാണ്ട് ഈ മേഖലയിലൊന്നും പോകരുത്, അല്ലെങ്കിൽ ഫാഷൻ ഫീൽഡിൽ പോകരുതെന്ന് പറഞ്ഞ ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ കൃഷ്ണനെ? മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഡീമോട്ടിവേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ആക്കാറില്ല. കാരണം എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന ഒരാളാവണം എന്നായിരുന്നു. അപ്പം ഞാനിപ്പോൾ അത് ഓൾറെഡി ആയി. എന്നാലും എനിക്കിനി മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് കളിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം പുറത്തിന് മിസ് യൂണിവേഴ്സ് ഇപ്പോൾ ഒരു പേജന്റ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിൽ പങ്കെടുക്കാൻ ഞാനിപ്പം മിസ് യൂണിവേഴ്സ് കേരള അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് കോസ്റ്റ്യൂംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കയ്യോടെ നമ്മൾ പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ആ ഒരു ഇപ്പം ഇത്രയും നാൾ മത്സരിച്ചതുപോലെ അല്ലല്ലോ നമ്മൾ മിസ് യൂണിവേഴ്സ് കേരളയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്റർനാഷണൽ ഫാഷൻ ഫോർവേഡ് റൺവേ ആണ്, അതുപോലെ തന്നെ മിസ് സൗത്ത് ഇന്ത്യ ആണ്, ഫേസ് ഓഫ് കാലിക്കറ്റ് ടൈറ്റിൽ ഉണ്ട്, മിസ് ഫേസ് ഓഫ് തൃശ്ശൂർ ആണ്, അതുപോലെ തന്നെ ക്വീൻ ഓഫ് കൊച്ചിയാണ്. അപ്പോൾ ഇത്രയും പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കൃഷ്ണ. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ മിസ് യൂണിവേഴ്സ് കേരളയിൽ മത്സരിക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ഒരു പേജന്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് സ്വന്തമായിട്ട് എടുത്തിരിക്കുന്നത് കൃഷ്ണ? സ്വന്തമായിട്ടെന്ന് പറയുമ്പം നമ്മൾ വോക്കിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം. വോക്കിങ്ങിലാണ് ഇതിനൊരു മെയിൻ ഘടകം ഇരിക്കുന്നത്. അപ്പം വോക്കിങ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കോസ്റ്റ്യൂം പ്രിപ്പറേഷൻ ചെയ്യണം. പിന്നെ ഡയറ്റ് കീപ്പ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മിസ് യൂണിവേഴ്സൽ കേരള എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഒരു 5 days ക്ലാസ് തരുന്നുണ്ട്. അതിൽ യോഗ, മെഡിറ്റേഷൻസ്, പിന്നെ നമ്മുടെ വോക്കിംഗ്, അതേപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ നമുക്കൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം മിസ് യൂണിവേഴ്സൽ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒരു പ്രോഗ്രാമാണ്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ മോഡൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 3 ടൈറ്റിൽ വിന്നേഴ്സിനെ അവരെടുക്കും. ഫസ്റ്റ്, സെക്കൻഡ് ടൈറ്റിൽ അങ്ങനെ എടുത്തിട്ട് ആ 3 പേരായിരിക്കും കേരളത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡയറ്റ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. വന്നപ്പോൾ ജ്യൂസ് കുടിക്കാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി ഡയറ്റ് ഉണ്ടെന്ന്. അതാ ഡയറ്റിങ്ങിലാണ്, ഷുഗർ കട്ടാണല്ലേ? അങ്ങനൊന്നുമില്ല. ഓക്കെ, ഞാനപ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്തു, ഇനിയിപ്പോൾ നമ്മുടെ മോഡലൊക്കെ ആയതുകൊണ്ടായിരിക്കാം ജ്യൂസ് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണ, പണ്ടത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മോഡലിംഗ് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും സിനിമ മേഖലയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പെൺകുട്ടികളെ ആക്ട്രസിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും മോഡലിംഗ് മേഖലയിലാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ പെൺകുട്ടികൾ ഫെയർ ആയിരിക്കണം, ബ്യൂട്ടി നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ടായിരുന്നു അന്നത്തെ സെലക്ഷൻ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മാറി. ഇപ്പം എന്താ പറയുക, ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറി എന്ന് പറയാം അല്ലേ? അതിനെ എങ്ങനെയാണ് കൃഷ്ണ നോക്കി കാണുന്നത്?
സത്യം പറഞ്ഞാൽ അത് വെറും ഒരു തെറ്റിദ്ധാരണയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്, ഹൈറ്റ് വേണം അല്ലെങ്കിൽ നല്ല വെളുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മോഡലിംഗ് ഫീൽഡിലോട്ട്. അതെ, അങ്ങനെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനൊന്നുമില്ല. നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ, കോൺഫിഡൻസ് ലെവലാണ് അവർ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഹൈറ്റ് നോക്കാറുണ്ട്, ചില കോമ്പറ്റീഷൻസിന് ഹൈറ്റ് നോക്കാറുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പറ്റീഷനും ഹൈറ്റ് ഇതല്ല, മാൻഡറ്ററി അല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫീൽഡ്. കാരണം നോർമലി നോക്കുന്നത് കോൺഫിഡൻസ് ലെവലാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫെയർ ആവണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ നിർബന്ധം, ഹൈറ്റ് വേണം നിർബന്ധമില്ല, ഏത് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് ഓക്കെയാണ്. കോൺഫിഡൻസ് മസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് കൃഷ്ണയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ മോഡലിംഗ് അല്ലെങ്കിൽ ആ ഒരു മേഖല റംവാക്കൊക്കെ നമ്മൾ ചിലപ്പം ഈ ടി വിയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. ഈ അടുത്ത് നമ്മൾ കുറേ റീൽസൊക്കെ കാണാറുണ്ട്. ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള കുറേ റീൽസ് ഉണ്ട്. മിസ് യൂണിവേഴ്സിനോടും അതുപോലെ തന്നെ ഒരു Q&A റൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ജഡ്ജസ് ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനൊരു ആൻസർ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ജഡ്ജി ഇരുന്ന് ചോദ്യം ചോദിക്കുന്നതും അതിന് ആൻസർ പറയുന്ന വീഡിയോസൊക്കെ ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ ടൈറ്റിൽസ് നമ്മുടെ കൃഷ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഫേസ് ഓഫ് കാലിക്കറ്റ്, അതുപോലെ തന്നെ മിസ് സൗത്ത് ഇന്ത്യ, അങ്ങനെ കുറേ ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽസൊക്കെ നേടുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു Q&A റൗണ്ടിൽ എത്തിയിട്ടാണല്ലോ ഈ ഒരു ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ചോദ്യം, ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കൊള്ളാലോ, എനിക്ക് അത്രയും ഹൃദയത്തിൽ നിന്ന് ആ ഒരു ഉത്തരം പറയാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? സത്യം പറഞ്ഞാൽ എനിക്ക് Q&A റൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോവും. പക്ഷെ എനിക്ക് എന്നോട് ഒരു ജഡ്ജ് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിൽ പെജന്റിൽ ചോദിച്ച ചോദ്യം, നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമായിരിക്കും എന്നാണ് എന്നോട് ജഡ്ജ് ചോദിച്ചത്. അപ്പം പെട്ടെന്ന് ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ, പെട്ടെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറഞ്ഞൊരു ആൻസറാണത്. ഞാൻ പറഞ്ഞ ആൻസർ എന്ന് പറയുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വെച്ചാൽ ഒരുപാട് പേഷ്യൻസിന് ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ലെന്നല്ല, കിട്ടാറില്ല, കുറേ ഫെസിലിറ്റീസ് കിട്ടാറില്ല. അപ്പം അത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഉപകാരമായിരിക്കും. പ്രോപ്പർ കെയർ കിട്ടുന്നത് ചില നമ്മളിപ്പം നോർമലി ഞാനൊരു വട്ടം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ, കുറേ പേഷ്യൻസ് ഒട്ടും എഴുന്നേക്കാൻ പോലും വയ്യാത്ത കുറേ പേഷ്യൻസ് ബെഡില്ലാതെ താഴെ ഫ്ലോറിൽ കിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഞാൻ ഇമോഷണൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പം എനിക്ക് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ ഒരു ആൻസർ ഞാൻ പറഞ്ഞത്. ചോദ്യവും ആൻസറും ഒരിക്കലും മറക്കില്ലല്ലേ? ഇല്ല, എന്നെ സംബന്ധിച്ച് അത് മറക്കത്തില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയ കേസ് എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. കണ്ടൊരു കാഴ്ച. അപ്പൊ ഇങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നതും. അപ്പോൾ അതൊരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ഒരു ആൻസറായിട്ട് പറഞ്ഞു. എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറ്റും അല്ലേ? ഉറപ്പായിട്ടും. ഓക്കേടാ, ഈ ഒരു 5 വർഷ കാലയളവിന് ഇടയിൽ ഇപ്പോൾ കൃഷ്ണ ഇപ്പോൾ നിൽക്കുന്ന കൃഷ്ണയും 5 വർഷത്തിന് മുന്നേ ഉള്ള ഒരു കൃഷ്ണയുണ്ട് അല്ലേ? ഒരു യങ്ങർ കൃഷ്ണയുണ്ട്, അതുപോലെ തന്നെ അത് ഇപ്പം നിൽക്കുന്ന ഒരു കൃഷ്ണയുണ്ട്. ഈ ഇപ്പോഴത്തെ കൃഷ്ണ ആ ഒരു യങ്ങർ കൃഷ്ണയോട് എന്തെങ്കിലും പറയാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൃഷ്ണ പറയുന്നത്? ആൾക്കാർ പലതും നമ്മളെ പറ്റി പറയും. കുശുമ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പം അവരിങ്ങനെ ഭയങ്കര നെഗറ്റീവ് ഒക്കെ പറയും ചെയ്യും. അവർ പലതും പറയും, നമ്മൾ ഇല്ലാതിരിക്കാൻ ചെയ്യണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു യങ്ങർ കൃഷ്ണയോട് പറയാനുള്ളത്, ഡോണ്ട് വറി ബേബി, ഇതേ നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? അതെ, ഈ ഒരു പ്രായത്തിൽ ഇത്രയൊക്കെ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനിയും നല്ലപോലെ ആവാൻ പറ്റുമെങ്കിൽ നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മൊമെന്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിലുള്ള കൃഷ്ണയോട് എന്താണ് പറയാനുള്ളത്? ഫ്യൂച്ചർ കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം പോകുന്ന ഒരു വേയിലൂടെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മുന്നേറാൻ സാധിക്കും. ഞാൻ ആഗ്രഹിച്ച എന്താണോ അതെനിക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫ്യൂച്ചറിനോട് പറയാനുള്ളത് അല്ലേ? കൃഷ്ണ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം ഇപ്പോൾ ഏവിയേഷന് ജോയിൻ ചെയ്തു. ഈ ഏവിയേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ എങ്ങനെ, പഠിത്തവും അതുപോലെ തന്നെ പാഷനും എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്? കുറച്ച് ബുദ്ധിമുട്ടാണോ? സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, അല്ലേന്ന് ചോദിച്ചാൽ. പിന്നെ ഇപ്പം ഞാൻ പഠിക്കുന്നത് ഏവിയേഷനാണ്. നമ്മുടെ അടൂർ ഡ്രീം സ്കൈ ഏവിയേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അവിടുത്തെ സാറുമാരാണെങ്കിലും ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അതെല്ലാം ഓക്കെ ആക്കി തരാം, കുഴപ്പമില്ല, ലീവ് എടുത്തോ. നമ്മൾ അത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പം പിന്നെ നമുക്ക് അതൊരു വലിയ ഭാരമായിട്ട് തോന്നാറില്ല. ഏവിയേഷനിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണ്?
എനിക്ക് ക്യാബിൻ ക്രൂ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം +2 കഴിഞ്ഞപ്പം ക്യാബിൻ ക്രൂ ആവണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ കുറേ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ ഐസൈറ്റ് ഒക്കെ നോക്കാറുണ്ട്. അപ്പം എനിക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഐസൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഞാൻ അത് ഫുള്ളായിട്ട് ക്യാൻസൽ ആക്കിയിരുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു ഇഷ്ടം പോയിട്ടില്ല. അങ്ങനെ നമ്മൾ തപ്പി എൻ്റെ ഫ്രണ്ട് ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം പഠിക്കുന്നത് എയർപോർട്ട് മാനേജ്മെന്റ് ആണ്, ക്യാബിൻ ക്രൂവിൻ്റെ അല്ല, എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന കസ്റ്റമർ സർവീസ് പോലത്തെ ഇതാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം എത്ര നാളായി ഈ ഒരു കോഴ്സ് തുടങ്ങിയിട്ട്? ഞാനിപ്പം കഴിയാറായി. ഇനി എക്സാം കൂടെ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താണ് കൃഷ്ണയുടെ ഫ്യൂച്ചർ പ്ലാനൊക്കെ എന്തൊക്കെയാണ്? എക്സാം കഴിയണം, ജോലി കിട്ടണം, പിന്നെ ഇതേപോലെ പേജന്റ് ഒക്കെ വരും, അത്യാവശ്യം നല്ല പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് കിട്ടുക എന്നുള്ളൊരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളിതേ ഇന്നത്തെ ഈ ഒരു പിങ്ക് ഡയറീസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് ചേച്ചിമാരുണ്ട്. അവരോടൊക്കെ എന്താണ് കൃഷ്ണയ്ക്ക് പറയാനുള്ളത്? നമുക്കതിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ നടത്തിയെടുക്കാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം കുറേ ഗേൾസ് ആണെങ്കിൽ പോലും ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ മടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആൾക്കാരെന്തെങ്കിലും പറയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരുടെ ആഗ്രഹം നോക്കാനാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താണോ ആഗ്രഹം അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാം ഇന്നത്തെ സമൂഹത്തിലെ ഗേൾസിനോട്. തീർച്ചയായിട്ടും നമ്മുടെ പിങ്ക് ഡയറീസിൽ വരുന്ന ഓരോ ഗസ്റ്റും ഈ പറയുന്ന പോലെ നമുക്കൊക്കെ ഇൻസ്പയർ ആകുന്ന, നമുക്കൊക്കെ മോട്ടിവേഷൻ ആകുന്ന ലൈഫ് സ്റ്റോറീസ് ഉള്ളവരാണ്. കൃഷ്ണയും അങ്ങനെ ഒരു വ്യക്തിയാണ്. സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം പാഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരാളാണ്. ആ ഒരു പാഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ടായിരിക്കാം. മേ ബി നമ്മളിത് എവിടെയെങ്കിലും എത്തുമോ, എങ്ങനെയെങ്കിലും പോകുമോ, അല്ലെങ്കിൽ വഴിയിൽ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഗിവ് അപ്പ് ചെയ്യാണ്ട് മുന്നോട്ടേക്ക് പോകാന്നുള്ളൊരു മെസ്സേജ് കൂടി നമ്മളുടെ കൃഷ്ണ പറയുകയാണല്ലേ? അതെ. താങ്ക് യു സോ മച്ച് കൃഷ്ണ, ഇത്രയും സമയം നമ്മളുടെ കൂടെ ഇരുന്നതിലും. എനിക്കറിയാം ഒരുപാട് തിരക്കുള്ള ആളാണ്. ഈ പറയുന്ന പോലെ ഇപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എറണാകുളം ഇതുപോലെ ഒരുപാട് ഷോസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള തിരക്കുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. എനിവേസ് വന്നതിലും ഇതുപോലെ സംസാരിക്കാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ ഒരു അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഇതേ സമയം അടുത്തൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് ഒത്തുകൂടാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ടു ക്ഷേത്ര FM 90.8. പറയൂ, കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കാം.